ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 7ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായിട്ടുള്ള ട്രയാങ്കിൾസ് ത്രികോണങ്ങൾ എന്ന അധ്യായമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ അവസാനത്തെ പേജായിട്ടുള്ള പേജ് നമ്പർ 60 ഒരു 4 ചിത്രങ്ങളും കൂടി വരച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ അധ്യായം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. ഇനി ആ ചിത്രങ്ങളിലേക്ക് കടക്കാം. അത് വരയ്ക്കുന്നതിനെക്കാട്ടിയും ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ആ ഫോട്ടോസ് ഞാൻ എന്ത് ചെയ്ത് വെക്കാം, ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ ഒപ്പം നിങ്ങളോട് എന്ത് ചെയ്യാണ്, വരച്ച് ചെയ്തു പോവാണ്. ആദ്യം ആ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കണം. അതെങ്ങനെയാ വെച്ചാൽ ഇതാ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ഡയമണ്ട് വരുന്ന രീതിയിലാണ് ചിത്രം ഉള്ളത്. ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ കൊടുക്കാം. അപ്പം ആദ്യം നിങ്ങൾ ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. അത് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. അതിൻ്റെ പകുതി ആക്കുന്ന രീതിയിൽ 4 സെൻറ്റിമീറ്റർ എടുത്താൽ 2 സെൻറ്റിമീറ്റർ വീതം, 6 ആണെങ്കിൽ 3. അപ്പം ഞാൻ കുറച്ച് വലുപ്പം കാണാൻ വേണ്ടിയിട്ട് 10 എടുത്ത് നല്ല വലുതാവും. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 8 സെൻറ്റിമീറ്റർ, 6 എടുത്താൽ 3 ആക്കി എടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു 8 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. ഇനി ഇതേ അളവ് അളന്നിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ചിത്രം ഇങ്ങനെയാണ് വേണ്ടത്. അപ്പം താഴേക്കല്ല, ഈ വശങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് നോക്കുക. എന്ത് ചെയ്യുക, 2 ഭാഗം തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇവിടെയും ഈ ഭാഗവും യോജിപ്പിക്കുക. ഇനി 3 വശങ്ങളിലും 8ന്റെ പകുതി എത്രയാണ്, 4 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. 4 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. ഇനി മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് എന്ത് ചെയ്യുക, ഓരോ പോയിന്റും നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കണം. അപ്പം ഈ ഒരു പോയിന്റും ഇതും ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് എതിർമൂലയിലേക്ക് യോജിപ്പിക്കുക. ഇനി ഇതും ഇതും ഇനി ഇവ രണ്ടും എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ഇനി ഓരോന്നിൻ്റെയും ഇവിടെ ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയാണ്, 2. ആ 2 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കണം. ആ കൂട്ടി യോജിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ഇതാ ഇവ രണ്ടും, ആദ്യം ഇവ രണ്ടും കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇവ രണ്ടും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഇവിടെ ഒരു ഷേപ്പ് കിട്ടി. ഇനി ഈ 2 പോയിന്റിൽ ഇതാ ഈ സൈഡും ഈ സൈഡിൻ്റെയും സെൻറ്റർ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മൊത്തം എത്രയാണ്, 4 പകുതി എത്രയാണ്, 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെയും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിടാം. കളർ കൊണ്ടൊന്ന് എന്ത് ചെയ്താൽ ചെറുതായിട്ടൊന്ന് ഇതാക്കിയതിടാം. ഇവിടെയും 2 സെൻറ്റിമീറ്റർ വീതം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇനി മാർക്ക് ചെയ്ത ശേഷം ആ പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്ത് യോജിപ്പിക്കണം. എങ്ങനെയാണ്, ഈ പോയിന്റും ഇതും ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത്, ഇതിൽ നിന്ന് വേണ്ട ചിത്രം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ഇതും ഈ ഭാഗം കളർ ചെയ്യുക. അടുത്തത് ഈ ഭാഗം, ഈ സൈഡും കളർ ചെയ്യുക. ഇനി ഏതായിരിക്കും, ഉള്ളിൽ ഡയമണ്ട് പോലത്തെ ഒരു ഭാഗമുണ്ട്, അത് കളർ ചെയ്യാം. ഇതാ ഇവ രണ്ടും. ഇനി ഇത് ഈ സൈഡ് ഇതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന, നമ്മളുടെ 1ാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. ഇതിലെ 2ാം ചിത്രം, ഇതിനെങ്ങനെയാണ്, ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വരുന്ന രൂപമാണ്. ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ചിത്രം ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം
നിങ്ങൾ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അളവ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 4 തുല്യഭാഗങ്ങളാക്കണം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നിന് വലുതാക്കി എടുക്കാം. 4 സെൻറ്റിമീറ്റർ എടുക്കാം, 8 സെൻറ്റിമീറ്റർ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ 8 സെൻറ്റിമീറ്റർ വീതം ഒരു വലുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് 8 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. ഇനി കോമ്പസിൽ ഇളവളന്ന് മുകളിലേക്ക് ആർക്കുകൾ വരയ്ക്കുക. രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി 3 സൈഡിലും 2 സെൻറ്റിമീറ്റർ വീതം നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ വീതം 4 തുല്യഭാഗങ്ങളാക്കുക. 2, 4, 6. അതുപോലെ 3 സൈഡിലും ചെയ്യണം. 2, 4, 6. ഈ സൈഡിലും അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. 2, 4, 6. ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്തിടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പെൻസിലായിട്ട് ഉപയോഗിക്കാം. നമുക്ക് എക്സ്ട്രാ വന്ന് തെറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം ഇതിലെ ഓരോ ലൈൻസിലും നമുക്ക് പെർപെൻഡിക്കുലർ ലൈനുകൾ എന്ത് ചെയ്യാണ് വേണ്ടത്? വരയ്ക്കുകയാണ് വേണ്ടത്. ആദ്യം ഈ പോയിന്റ്, ഇതിലെ ഈ പോയിന്റും മുകളിലത്തെ മൂലയുമായി കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതിലെ ഈ സെന്റർ പോയിന്റ്, ഇവിടെ ഈ പോയിന്റ്, ഇതും മുകളിലത്തെ ഏതാ വരിക? ഓരോ സെന്ററുമായിട്ട് എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കണം. ഇതിലാവുമ്പോൾ അതിന് നേരെ വരുന്നത് ഏതാ? ഇതെടുക്കുക. അടുത്തത് ഇതായിരിക്കുമ്പോൾ ഏതെടുക്കുക? ഇതെടുക്കുക. കൂട്ടി യോജിപ്പിച്ച് ഇനി നമുക്ക് ധാരാളം അതേപോലത്തെ വരകൾ വരച്ചു കഴിഞ്ഞ് നമുക്ക് എന്തായി? ചിത്രമായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പോയിന്റ്, ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചു. ഇനി ഈ പോയിന്റും ഈ പോയിന്റും കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്തത് ഈ പോയിന്റ്, ഈ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി ഈ പോയിന്റും ഇതും കൂട്ടി യോജിപ്പിച്ചു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത്, ഇനി ഇവിടെ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഈ പോയിന്റും ഈ പോയിന്റിൽ നിന്ന് നേരെ ഈ മൂലയിലേക്ക്. ഇനി ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പോയിന്റ് അല്ല എന്ത് ചെയ്യുക? ഈ പോയിന്റും ഇതും ഞാൻ അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഒപ്പം എന്ത് ചെയ്യുക? പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. കണ്ടാ? ജസ്റ്റ് ഒന്ന് മായ്ക്കവിടെ. ഈ പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച്. ഇനി നമുക്കിനി കുറച്ച് ഫിനിഷിങ് കൂടി ഉള്ളൂ. ഈ പോയിന്റ് മാർക്ക് ചെയ്ത് ഇനി ഈ മൂലയിൽ നിന്ന് ഈ മൂലയ്ക്ക്, ഈ മൂലയും ഈ മൂലയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്തത് ഈ മൂലയിൽ നമ്മളിവിടെ ക്രോസ് ചെയ്തു, ഇവിടെ ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം ഈ ത്രികോണത്തിന് കളർ കൊടുക്കുന്നുണ്ട്. വലിയ ത്രികോണത്തിന് ഇനി നമുക്ക് എന്താണ്? ഉള്ളിൽ ഒരു സ്ക്വയർ ആണ് വേണ്ടത്. അപ്പം ആദ്യം ഈ 2 കളറും തമ്മിൽ ഈ 2 സൈഡും പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചു. ഇനി ഈ വശം ഇവിടുന്ന് ഇങ്ങോട്ട്, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇനി ഈ പോയിന്റും കൂടിയിട്ട്
കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ 4 കോർണറുകൾ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഈ സൈഡിലേക്ക്, പിന്നെ മുകളിലേക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വരുന്ന രൂപമായി. നിങ്ങൾക്ക് ഇവിടെ നമ്മളൊരു ഭാഗം കൊടുക്കാണ്ട് ഇവിടെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തപ്പോൾ എന്തായി? ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വന്ന രൂപത്തിലായി. ഇതാണ് രണ്ടാമത്തെ ചിത്രം. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ വേണ്ടാത്ത ഭാഗം മായ്ച്ചു കളയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരച്ചാൽ മതി. അപ്പോൾ ഞാൻ അടുത്ത ചിത്രം നോക്കാം. മൂന്നാമത്തെ ചിത്രം, നേരത്തെ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ചതുരമാണ് വരച്ചത്. ഇനി 3 എണ്ണം വരണം. അപ്പം നമുക്ക് അടുത്തതിനെ 6 തുല്യഭാഗങ്ങളാണ് ആക്കേണ്ടത്. അപ്പം 6 തുല്യഭാഗങ്ങളാക്കാൻ നമ്മൾ ചെറിയ അളവാകുമ്പോൾ നല്ല ചിത്രം എന്താവും? ചെറുതാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 9 സെൻറ്റിമീറ്റർ എടുക്കാം. 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ വീതം 6 തുല്യഭാഗങ്ങളാക്കാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾക്കൊന്ന് വലുതായി കാണാൻ വേണ്ടിയിട്ട് ഞാൻ 6 തുല്യഭാഗങ്ങളല്ലേ, അപ്പം ഞാൻ ഒരു 12 സെൻറ്റിമീറ്ററിൽ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്? വരയ്ക്കുന്നുണ്ട്. 6 തുല്യഭാഗം ആക്കുന്ന അളവുകൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ 12 സെൻറ്റിമീറ്ററിൽ ഞാൻ അപ്പോൾ വരച്ചു. ഇനി എന്ത് ചെയ്യുക? അങ്ങനെ ഈക്വലായിട്ട് ട്രയാങ്കിൾ ഇതേ അളവ് കോമ്പസിൽ അളന്ന് ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വരയ്ക്കുന്നുണ്ട്. ഞാൻ എടുത്തത് 12 ആണ്. നിങ്ങൾക്ക് വേറെ അളവ് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും യോജിപ്പിച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും യോജിപ്പിച്ചു. 6 തുല്യഭാഗങ്ങളാണ്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ വീതം? 2 സെൻറ്റിമീറ്റർ വീതം കുത്ത് ഡോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം 2, 2, 4, 6, 8, 10 അങ്ങനെ 3 വശങ്ങളും നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ലൈനുകൾ പരസ്പരം എന്ത് ചെയ്യാണ് വേണ്ടത്? കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഈ പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി ഈ പോയിന്റ് വരയ്ക്കാതെ ഇവ രണ്ടും കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതേപോലെ ഇവിടെ ചെയ്ത പോലെ ഈ 2 പോയിന്റ് കൂട്ടി യോജിപ്പിക്കുക. ഇത് ഒഴിവാക്കിയിട്ട് ഈ 2 പോയിന്റും കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് ഈ പോയിന്റും കൂട്ടി യോജിപ്പിക്കുക. ഇതും ഇതും. ഇനി ഈ പോയിന്റും ചെയ്തു. ഇനി അടുത്തത് ഈ പോയിന്റ്, ഈ പോയിന്റും ഇതും. നമ്മൾ ഈ പോയിന്റ് വരയ്ക്കാതെ ഇതിലേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് വരയ്ക്കാം. ഇനി ഈ പോയിന്റ് ഒരെണ്ണം സെൻട്രൽ ഒരു പോയിന്റ് ഒരെണ്ണം ഇട്ടിട്ട് അടുത്ത 2 എണ്ണം തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റും നമ്മുടെ ഈ മൂലയിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഈ മൂലയിലേക്ക്. ഇതൊരു ചെയ്ത്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് ഈ പോയിന്റും ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്. ഇനി വരയ്ക്കാൻ
നമുക്ക് എന്ത് ചെയ്താക്കാം, ഇനി ഒന്ന് കളർ ചെയ്ത ശേഷം നമുക്ക് ആ 3 ചതുരങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കി നോക്കാം. ആദ്യം ഉള്ളിലത്തെ ഈ വലിയ ട്രയാങ്കിൾ ഇല്ലേ, ഈ വലിയ ട്രയാങ്കിളിന് കളർ കൊടുക്കുക. വലിയ ട്രയാങ്കിളിന് കളർ കൊടുക്കാം. നമുക്ക് ഉള്ളിൽ 3 സ്ക്വയറുകളാണ് വരേണ്ടത്. ആ സ്ക്വയറുകൾ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ വേറെ കളർ എടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഷെയ്ഡ് ചെയ്യുമ്പോൾ മനസ്സിലാവാനാണ്. അപ്പോൾ ആദ്യം ഇതാ ഈ 2 വശങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഒന്ന്, അതുപോലെ ഇവിടെയും വരച്ചു. ഇനി അടുത്തത് ഇവിടെ ഒന്ന്, ഈ 2 വശങ്ങൾ, ഈ 2 പോയിന്റ്സ് വരച്ചു. ഇനി ഇവിടുന്ന് താഴേക്ക്, ഇവിടുന്ന് ഇവിടെ, ഒപ്പം ഇവിടെ. ചിത്രത്തിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചതുരം മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇപ്പോൾ ഒരു ചതുരം നമുക്ക് കിട്ടി. ഇതാ ഇവിടെയും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഒരു ചതുരായി. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് ഇവിടെ ഈ ഭാഗത്താവും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഞാൻ വേറൊരു കളർ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 2ഉം കൂട്ടി യോജിപ്പിച്ചു. ഇനി അടുത്തത് ഇത് 2ഉം കൂട്ടി യോജിപ്പിച്ചു. ഇനി ഈ 2 വശങ്ങളും കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇവിടെ ഒപ്പം ചെയ്യുക, പോയിന്റുകൾ നോക്കി നോക്കി മാർക്ക് ചെയ്യണം. ഇനി ഇവ 2ഉം. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇവിടെ. ഇനി ഇവ 2ഉം കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇവിടെയും കൂടി. അപ്പോൾ നമുക്ക് 2ാമത്തെ ചതുരം കിട്ടിയിട്ടുണ്ട്. ഇനി 3ാമത്തത് ഇവിടെയാണ് ഉണ്ടാവുക. അതിന് വേറെ കളർ എടുക്കുന്നുണ്ട്. ഇനി അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ്, ഇനി ഇത്, ഈ 2 പോയിന്റ്സ്, ഈ ലൈന്, നമുക്ക് ഇത്, ഇനി ഇവിടെയും കൂടി. നമുക്ക് അടുത്ത ചതുരം കൂടി കിട്ടി. മൊത്തം 3 ചതുരങ്ങളാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പം വരച്ചു നോക്കി തന്നെ കണ്ട് എന്ത് ചെയ്യുക, ഓരോ ലൈൻസും വരയ്ക്കുക. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ചിത്രം കിട്ടും. നിങ്ങൾക്കിത് ഒരു വലുതാക്കി കാണാനാണ് ചിത്രം വലുതാക്കി വരച്ചത്. നിങ്ങൾ 9 സെൻറ്റിമീറ്റർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ വീതം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ചെറുത് കിട്ടും. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ചിത്രത്തിലേക്ക് കടക്കാം. അവസാന ചിത്രം വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഈക്വൽ ട്രയാങ്കിൾ വേണം. അതിനെ 4 തുല്യ ഭാഗങ്ങളാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 8 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുകയാണ്. അതിനെ 4 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, കോമ്പസ് എടുക്കുക. കോമ്പസിൽ അളവ് കറക്റ്റാക്കിയിട്ട് 8 സെൻറ്റിമീറ്ററിൽ ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ, ഈ അളവ് അളന്നിട്ട് ആർക്ക് കൂട്ടി വരയ്ക്കുകയാണ്. രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി 4 തുല്യ ഭാഗങ്ങൾ ആക്കുക. 2 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. 2, 4, 6, 8. ഇതേപോലെ എവിടെയും ചെയ്യുക. 2, 4, 6, 8. ഇവിടെയും ഇവിടെ ഈ പോയിന്റാണ്. 2, 4, 6, 8. ഈ പോയിന്റാണ്. ഇതെല്ലാം വരയ്ക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരച്ച് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് പോയിന്റുകൾ മാർക്ക് ചെയ്ത്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ വരച്ച പോലെ ലൈൻസുകൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ പോയിന്റും നമുക്ക് ഈ സെൻട്രൽ 2 പോയിന്റുകൾ തമ്മിൽ നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചതിന് ശേഷം അടുത്തത് നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്യാണ്ട് ഈ 2 ലൈൻസ് കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇത് മാർക്ക് ചെയ്യാതെ ഈ ലൈൻസ് കൂട്ടി യോജിപ്പിക്കുക. നേരത്തെ വരച്ച അതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരച്ചു പോകുന്നത്. ഇനി ഈ പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക.
ഈ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ ഈ പോയിന്റും ഈ ഫസ്റ്റ് പോയിന്റും ഇതെല്ലാം പോയിന്റ് ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി അതിനുശേഷം ഈ പോയിന്റ് ഈ ലൈനും അതുപോലെ ഈ സെൻട്രൽ ഭാഗത്തിലേക്ക് മാർക്ക് ചെയ്ത ലൈനും ഈ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി ഈ പോയിന്റും ഈ മൂലയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഒപ്പം ഈ മൂലയും തമ്മിൽ ഈ പോയിന്റും ഈ മൂലയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ എന്താണ്, ഒരു ട്രയാങ്കിള് പുറത്തുണ്ട്, ഉള്ളിലൊരു ഹെക്സഗൺ ഷഡ്ഭുജുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഞാൻ കളർ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ട്രയാങ്കിളിന് എന്ത് ചെയ്യുന്നുണ്ട്, കളർ കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബ്രൗൺ കളറും ഒരു യെല്ലോ ഷെയ്ഡുമാണ്. നിങ്ങൾക്ക് അത് കൊടുക്കണമെങ്കിൽ അതുപോലെ കൊടുക്കാം. കൊടുത്തു. ഒരു ട്രയാങ്കിൾ വരച്ചു. അതിനുള്ളിൽ എന്താണ്, ഒരു ഹെക്സഗൺ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ആദ്യം അതൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതൊരു ഹെക്സഗണിൻ്റെ ഓരോ സൈഡുകളാണ്. ഇനി അടുത്തത് ഇവ രണ്ടും. ഇനി ഇവിടെ. ഇനി നമുക്ക് ഇത് രണ്ടുമാണ് കൂട്ടി യോജിപ്പിക്കാനുള്ളത്. അതുപോലെ ഇവ രണ്ടും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വരുന്നത്, രണ്ട് ട്രയാങ്കിൾസ് വേണം. ആ രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3 മൂലകൾ ഏതൊക്കെയാണ്, ഇത് ആ മൂലകൾ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടും, ട്രയാങ്കിൾ കിട്ടും. ആദ്യം ഇവ രണ്ടും കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇവ രണ്ടും ഇതും കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് അടുത്ത ശ്രദ്ധിക്കാനുള്ള ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ ട്രയാങ്കിൾ തിരിച്ച് വെച്ച് എങ്ങനെ ഉണ്ടാവും, അത് അങ്ങനെ ട്രയാങ്കിൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഫോം ചെയ്യണം. ആ ഫോം ചെയ്യുന്ന സമയത്ത് ഇവ രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ചിത്രം നമുക്ക് കിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് അത് പെൻസിലായിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. അതാദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഈ സ്കെയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ചെരിച്ച് ഇവിടെ ട്രയാങ്കിളിന് ഷേപ്പ് കിട്ടാൻ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇനി അടുത്തത് ഈ സൈഡ് വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഈ സൈഡും അതുപോലെ ഈ സൈഡും. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളർ കൊടുക്കാം. കളറ് ഞാൻ ഈ വയലറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെയും അപ്പോൾ ടച്ച് ചെയ്തില്ല. ഇനി നമുക്ക് ഇവിടെ ഇത് രണ്ടും, ഇനി ഇത് രണ്ടും ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് ഓരോ മൂലകൾ തമ്മിൽ എന്ത് ചെയ്യണം, കൂട്ടി യോജിക്കണം. ഈ മൂലകൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി യോജിപ്പിക്കാം. അതിനായിട്ട് ഇത് രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി ഈ രണ്ട് മൂലകളും അതുപോലെ ഇവിടെ എന്തായി, നമുക്ക് വേണ്ട ചിത്രമായിട്ടുണ്ട്. ഇതിലൊരു ഭാഗം കൂടി കൂട്ടി യോജിപ്പിക്കാണ്ട്. ഇവിടുന്ന് ഈ സെൻറ്ററിലേക്ക് ഞാൻ കളറൊന്ന് മാറ്റി കൊടുക്കാം. ഇവിടുന്ന് സെൻറ്റർ, ഇവിടുന്ന് ഈ പോയിന്റിലേക്കും അതുപോലെ ഈ പോയിന്റിലേക്കും. ഇതിപ്പോൾ ചിത്രം നിങ്ങൾക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു കളർ കൊടുത്ത മതിച്ചാൽ ഒരു കളർ തന്നെ എന്ത് ചെയ്യുക, എല്ലായിടത്തും മാറ്റി മാറ്റി കൊടുക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലത്തെ കളർ മതിച്ചാൽ അങ്ങനെ കൊടുക്കാം. ഈ ചിത്രത്തിലൂടെ നമ്മുടെ ഈ പാഠം എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പുതിയ ചാപ്റ്റർ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.